കഴിഞ്ഞ ദിവസത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ നിലപാട് ശ്രദ്ധേയമായി തോന്നി. അതായത് 2019 ഇത് കൊണ്ടുപോയതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇതിൻ്റെയെല്ലാം ഉത്തരവാദിത്വം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് എത്തുന്നതിന് പകരമാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിലേക്ക് എത്തരുത് എന്നതുകൊണ്ടുകൂടിയായിരിക്കണമല്ലോ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക. 2019 ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. അതിനോട് ദേവസ്വം മന്ത്രിയായിരുന്ന ജി സുധാകരൻ്റെ പ്രതികരണം കൂടിയാണ് എനിക്ക് ഏറെ കൗതുകകരമായി തോന്നിയത്. അദ്ദേഹം പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറയരുത്, അത് പ്രസ്ഥാനത്തിന് കുഴപ്പമുണ്ടാക്കും, ഈ പ്രസ്ഥാനത്തേക്ക് വന്നതുകൊണ്ടാണ് താങ്കൾക്ക് സ്ഥാനം കിട്ടിയത് എന്ന് ജി സുധാകരൻ കൂടി പറഞ്ഞു വയ്ക്കുന്നു. അതായത് ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്നത് അവിടെ സ്ഥിരീകരിക്കപ്പെടുകയോ അതൊരാരോപണ സ്വഭാവത്തിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് എന്ന് ജി സുധാകരന് തോന്നുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് 2019 കാര്യമാണ്. 2019 എന്തായാലും നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് ആർക്കും മനസ്സിലാക്കാവുന്ന സംഗതിയുമാണ്. കൃത്യമായി ഇതിൻ്റെ രേഖകളില്ല, കൊണ്ടുപോയ മഹസറില്ല, ഇതൊന്നുമില്ല എന്നാണല്ലോ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അല്ലെങ്കിൽ അതൊക്കെ ഇനി കോടതിയുടെ മുന്നിൽ എത്തണം. പിന്നെ അന്വേഷണം എന്തായാലും അതീവ രഹസ്യമായി നീങ്ങുന്നത് കൊണ്ട് തന്നെ കൃത്യമായി ആ കാര്യത്തിലൊരു വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുമില്ല. എന്തായാലും ഈ സ്വർണ്ണപ്പാളികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പാളികൾ അത് സ്വർണ്ണമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ പലയാവർത്തി ഇവിടെ പറഞ്ഞതാണ്, അതിന് സവിശേഷമായ ഒരു മൂല്യമുണ്ട് വിശ്വാസികൾക്ക് മുന്നിൽ. അതിന് ഏറ്റവും കൃത്യമായ തെളിവ് ഇന്ന് പുറത്തു വന്ന വാർത്തകളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ നടൻ ജയറാമടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്, ആ പൂജാ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവിടെ കൊണ്ടുപോയി ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കവാടമടക്കം കൊണ്ടുപോയി ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് പല സ്ഥലത്തും ഈ പൂജാ പരിപാടികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടുതൽ വ്യക്തമായി നമുക്ക് മുന്നിലേക്ക് ഇന്ന് തെളിവുകളോടെ വന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ 35 ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യവസായിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള വാർത്തകൾ വന്നു. അപ്പോൾ ഞാൻ ആദ്യ ദിവസം തന്നെ നമ്മളൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ സനീഷ്, ഇതിനകത്ത് പോയ സ്വർണത്തിൻ്റെ മൂല്യം എന്നതിലാണ് എല്ലാവരും, രാഷ്ട്രീയ നേതാക്കളെല്ലാം നിന്നത്. അതല്ല യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം. അതിനേക്കാൾ ഗുരുതരമാണ് പ്രശ്നം. കാരണം സ്വർണത്തിൻ്റെ മൂല്യത്തിലേക്ക് മാത്രം ഇത് ഒതുങ്ങിയാൽ ആ മൂല്യം എന്ന് പറയുന്നത് വളരെ പരിമിതമായ സംഗതിയാണ്. അതായത് ചിലപ്പോൾ അത് 3 ഗ്രാമിൽ ഒതുങ്ങാം, അല്ല 3 പവനിൽ ഒതുങ്ങാം, അല്ലെങ്കിൽ 49 പവനിൽ ഒതുങ്ങാം. അതിനപ്പുറത്താണ് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവിടെ നടന്ന തട്ടിപ്പിൻ്റെ വ്യാപ്തി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ.